ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടൊരു മിൽക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ബീട്രൂട്ട് മിൽക്ക്. അതിന് ഞാൻ കട്ട് ചെയ്തിരിക്കുന്ന ബീട്രൂട്ട്, പിന്നെ 3-4 ഡേറ്റ്സ്, ഫുൾ ഫാറ്റായിട്ടുള്ള മിൽക്ക് 1 ഗ്ലാസ്, പിന്നെ വാനില പൗഡർ. ഇതിത്രയാണ് എടുത്തിരിക്കുന്നത്. മധുരത്തിന് ഡേറ്റ്സാണ് എടുത്തിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഷുഗർ വേണമെങ്കിൽ അതെടുക്കാം, ഷുഗർ ഉപയോഗിക്കാതെ. തേൻ വേണമെങ്കിൽ തേൻ എടുക്കാം, എന്ത് വേണമെങ്കിലും. പക്ഷേ ഡേറ്റ്സാണ് നല്ലത്, ടേസ്റ്റുമാണ്, ആരോഗ്യത്തിന് നല്ലതുമാണ്. ഈ മിൽക്കിൻ്റെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും വീണ്ടും ഉണ്ടാക്കാനായിട്ട് തോന്നും, കുടിക്കാനായിട്ട് തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ബീട്രൂട്ട് മിൽക്കിന്. വളരെ രുചികരവും ആരോഗ്യത്തിന് വളരെ പ്രാധാന്യമുള്ളതുമായൊരു മിൽക്കാണ് ബീട്രൂട്ട് മിൽക്ക്. റെഡിയാക്കാനായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടിലേക്കും പിന്നെ ഡേറ്റ്സിലേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാൽ ആഡ് ചെയ്യണം. ഇപ്പം ഞാൻ 1 ഗ്ലാസ് ഫുൾ ഫാറ്റ് മിൽക്കാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് 1 സ്പൂൺ ടേബിൾ സ്പൂണോളം വാനില പൗഡർ ആഡ് ചെയ്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. ഇതിൽ കുറച്ചുകൂടെ ഇത് അരച്ച് വരുമ്പോൾ നല്ല തിക്കായിരിക്കും. അതുകൊണ്ട് 1 ഗ്ലാസ് വെള്ളവും കൂടി ആഡ് ചെയ്യണം. കാരണം ഫുൾ ഫാറ്റായിട്ടുള്ള മിൽക്ക് ആയതുകൊണ്ട് നമുക്ക് ഇത് അരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. ഒത്തിരി വെള്ളം ചേർത്തരച്ചാൽ അരഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ട് 1 ഗ്ലാസ് പാലിൽ തന്നെ അരച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് മിൽക്ക് റെഡിയായി കിട്ടും. ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രത്തോളം ടേസ്റ്റിയാണ് ഈ ബീട്രൂട്ട് മിൽക്ക്. നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റിയതിന് ശേഷം ചിയാ സീഡും കൂടെ ആഡ് ചെയ്യണം. ചിയാ സീഡ് ചൂടുവെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ചിരിക്കണം. അപ്പം വേഗം കുതിർത്ത് വീർത്ത് വരും. അപ്പം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. മധുരം കറക്റ്റാണ്. ഞാനൊരു 5 ഡേറ്റ്സാണ് എടുത്തിരിക്കുന്നത്, കഴുകി വൃത്തിയാക്കിയിരിക്കുന്നത്. ബീട്രൂട്ടിന് ഒരു മധുരമുള്ള ബീട്രൂട്ടായിരുന്നു. അതുകൊണ്ട് 5 ഡേറ്റ്സ് മതിയായിരുന്നു ഇതിൻ്റെ മധുരത്തിന്. ഇനിയും മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേനും കൂടെ ആഡ് ചെയ്യാം. 1 സ്പൂൺ തേനും കൂടെ ആഡ് ചെയ്യാം. വളരെ ടേസ്റ്റിയാണ്. അതുമാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണമുള്ളൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് മിൽക്ക്. നമുക്കിതിലേക്ക് ഇനി കുതിർത്ത് വെച്ചിരിക്കുന്ന ചിയാ സീഡും കൂടെ ആഡ് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. ഒരു ടേസ്റ്റ് കൂടും. അതുമാത്രമല്ല ചിയാ സീഡിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ചിയാ സീഡിൻ്റെ ഗുണങ്ങളൊക്കെ. അത് അറിയത്തില്ലാത്തൊരു ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിയാൽ മതി, മനസ്സിലാകും. അപ്പം ഇത്രയേ ഉള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീട്രൂട്ട് ജ്യൂസാണ്. ചിയാ സീഡും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇളക്കി നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. ഈ വേനലിൽ ചൂടിൽ നിന്നൊക്കെ സംരക്ഷിക്കാനും നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കാനും ഒക്കെ ഈ ബീട്രൂട്ട് മിൽക്ക് അടിപൊളിയാണ്. 1 തവണ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. ഇത് 2 രീതിയിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ 1 രീതിയിലാണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞാൻ ആ വീഡിയോയും കൂടെ ഇതിൽ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കണം. ടാറ്റാ, ബൈ, സീ യു.